ഇപ്പൊ അങ്ങനല്ല. ആവറേജ് ബുദ്ധിയുള്ളോലെ കൂട്ടത്തില് ബുദ്ധിയില്ലാത്ത ചിലതും മുജാഹിദ് പ്രസ്ഥാനത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാദം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും. യാ ഇബാദല്ലാഹ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് വാദത്തിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏത് ആവശ്യത്തിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയുകയാണ്, യാ മുഹമ്മദ് ഇന്നീ തവജ്ജഹ്തുബിക, മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അല്ലാഹുവിലേക്ക് മുൻപിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു, അത് തർക്കമെന്ന വിഷയമല്ല, അത് തവക്കാണ്. തവക്കിലല്ല ഇവിടുത്തെ തർക്കാവിഷയം. വായിച്ചു നോക്കണം. പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് പ്രാർത്ഥനയുടെ പര്യായമായ സഹായം വേഷം. അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവക്കിലാണ്. ഹദീസുള്ളത് യാ മുഹമ്മദ് ഇന്നീ തവജ്ജഹ്തുബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട്. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിലേക്ക് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അറീതു എന്ന് കൽപ്പനയുണ്ടെന്ന അവിടെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെന്തിനായോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലமான ഹദീസ്, അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് എഴുന്നേറ്റം തെറ്റിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ രക്ഷപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദിയല്ല. ഒരു വിപുലമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി എന്ന്. വിളിച്ചു പറയുന്നവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അതിർത്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറ്റ് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയിലേക്ക് രക്ഷിക്കണമെന്ന് വിളിക്കണമെങ്കിലോ അത് ശരിക്കാണ്. അതിനുള്ള തെളിവുകൊണ്ടുണ്ട്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിയിച്ചിരിക്കേണ്ടത്. സഹി ആദ്യത്തെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്നതിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതിയും കണ്ടോ വ്യക്തമായി 2004 മണ്ണാർക്കാട് സംവാദത്തിൽ ഇവിടെ വന്നിട്ട് പിന്നെ KJU-വിന് പരാതി കൊടുത്ത 38 പോത്തുകൾ, എന്താ പറഞ്ഞ് അംശവാസകർക്ക് 38 പോത്തുകൾ പരാതി കൊടുത്ത ഇതൊരു പോത്തിന്റെ മോനാണ്. അപ്പൊ പോത്തിന്റെ ഉപ്പാക്കിന്റെ എന്താ പേര് വരെ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 38 വീട്ടിലാണ് വേറെ സ്ഥലത്ത് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്കൊക്കെ ധൈര്യം കിട്ടുന്നത് എന്ത് മരുന്ന് അക്രമാശക്തി ഇവർക്കൊക്കെ കൊടുത്തതെന്നപ്പോ തിരിയാത്തത്. ഒക്കെ കേട്ടില്ലേ? സ്വന്തേ